ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കെട്ടിടം നിർമ്മിക്കുമ്പോൾ നിയമം പാലിക്കണമെന്നത് നിയമം. ബഹുനില കെട്ടിടം ഒരുക്കുമ്പോൾ അതിന് സ്വാഭാവിക ഇളവ് ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പാവപ്പെട്ടവർ ഒരു ചെറിയ വീട് നിർമ്മിക്കാൻ തുടങ്ങിയാൽ നിയമം പറഞ്ഞ് 100 വട്ടം നടത്തിക്കും. മാലിന്യ വെള്ളം പോലും ശേഖരിക്കാൻ സൗകര്യമില്ലാത്ത അരക്കിണറിൽ നിർമ്മിച്ച ഫ്ളാറ്റ് ജനങ്ങൾക്ക് ദുരിതമാവുകയാണ്. ഇവിടെ നിയമം എന്തു ചെയ്തു എന്നത് ഒരു ചോദ്യം തന്നെ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വ്യാപാരികളെ അക്രമത്തിലേക്ക് നയിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. ഫ്ളാറ്റ് മാലിന്യം റോഡിൽ, പരിസരവാസികൾ ദുരിതത്തിൽ. സപ്ലൈകോ ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. സപ്ലൈകോ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. വ്യാപാരികളെ അക്രമത്തിലേക്ക് നയിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. വ്യാപാരദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി കോഴിക്കോട്ട് പ്രതിഷേധ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും മാർച്ച് നടത്തി. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ആയിരക്കണക്കിന് വ്യാപാരികളാണ് അണിചേർന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ മാർച്ചും പ്രതിഷേധ യോഗവും ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളെ അക്രമത്തിലേക്ക് നയിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണം. കച്ചവടക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന നടപടികൾ തുടർന്നാൽ ഉദ്യോഗസ്ഥരെ തെരുവിൽ നേരിടുമെന്നും ടി നസറുദ്ദീൻ പറഞ്ഞു. റവന്യൂ റിക്കവറി നടത്തുമെന്നാണ് പറയുന്നത്. PDL വന്ന് സാധനം എടുത്തുകൊണ്ടുപോകുന്നു. PDL വന്ന് സാധനം എടുത്തുകൊണ്ടാകാൻ സാധനം എന്റെ അപ്പന്റെ മകനല്ല അങ്ങനെ PDL വന്ന് സാധനം എടുത്തുകൊണ്ടാകാൻ പുറപ്പെട്ടാൽ കളവുകാരനെ കള്ളനെ എങ്ങനെ നോക്കുന്നു എന്ന വിധത്തിൽ കച്ചവടക്കാർ പെരുമാറേണ്ടി വരും. ആ പെരുമാറ്റത്തിന് സ്റ്റേറ്റ് ടാക്സ് ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് പറയുക ഞങ്ങൾ ഈ സമയം അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ ചെറുതും വലുതുമായ കച്ചവടക്കാർ അധികാരികളുടെ വികലമായ നിയമങ്ങൾ മൂലം പീഡനം അനുഭവിക്കുകയാണ്. നിർത്തലാക്കിയ ടേൺ ഓവർ ടാക്സ് എല്ലാ മേഖലയിലും നടപ്പിലാക്കുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ലീഗൽ മെട്രോളജിയുടെ അമിതമായ ചാർജ് വർധന, പാക്കേജ് കമ്മോഡിറ്റീസിന്റെ പേരിലുള്ള പീഡനങ്ങൾ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫീസർമാരുടെ പരിശോധന, ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്നവർക്ക് തടയപ്പെടുന്ന ബാങ്ക് ലോൺ എന്നിവയെല്ലാം കച്ചവടക്കാരുടെ നിലനിൽപ്പിനെ ബാധിച്ചിരിക്കുകയാണ്. പ്രതിഷേധ പരിപാടിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് മൂത്തേടം, ട്രഷറർ ജോസ് ചെറുവള്ളിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി കെ സേതുമാധവൻ, PM സതീശൻ എന്നിവർ നേതൃത്വം നൽകി. സപ്ലൈകോ ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സപ്ലൈകോ ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് സപ്ലൈകോ റീജിയണൽ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സപ്ലൈകോ ജീവനക്കാരുടെ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. സപ്ലൈകോ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്കിന് നിർബന്ധിതമായത്. സപ്ലൈകോയെ നിലനിർത്താൻ ആവശ്യമായ സബ്സിഡി അനുവദിക്കുക, സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ പ്രമോഷനുകൾ നടപ്പാക്കുക, താൽക്കാലിക പാക്കിംഗ് ജീവനക്കാർക്ക് മിനിമം വേതനം നൽകുക, ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കുക, കോമൺ സർവീസ് റൂൾ നടപ്പാക്കുക, പെൻഷൻ പദ്ധതി നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക്.
സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് സപ്ലൈകോ റീജിയണൽ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും ധർണയും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണെന്നും തൊഴിലാളികളുടെ അവസാന ആയുധമാണ് അനിശ്ചിതകാല സമരം, അതിൽ തൊഴിലാളികളെ കുറ്റം പറയാൻ ആവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ആന്റണി മാസ്റ്റർ, T ദാസൻ, CK അബൂബക്കർ, അഡ്വക്കേറ്റ് PM അനീഫ, സമരസമിതി ചെയർമാൻ PK സുധാകരൻ, ശൈലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ മുതൽ മെഡിക്കൽ സ്റ്റോറുകൾ വരെ സമരത്തിൽ പങ്കാളികളായി. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കാത്ത സർക്കാരിനെതിരെ വ്യാപക എതിർപ്പ് നിലനിൽക്കുന്നതിനിടെയാണ് ജീവനക്കാരുടെ അനിശ്ചിതകാല സമരവും. വിദ്യാഭ്യാസ മന്ത്രി അഴിമതിയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറിയിരിക്കുകയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്. ഹയർ സെക്കൻഡറി വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ സംഘടിപ്പിച്ച DDE ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹയർ സെക്കൻഡറി വിഷയത്തിൽ കോടതി വിധിയെ തുടർന്ന് പ്രതിക്കൂട്ടിലായ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് അഴിമതിയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമ്പൂർണ്ണ കച്ചവടവൽക്കരണമാണ് വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും +2 കോഴ വിവാദത്തിൽ അകപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ നേതൃത്വം നൽകി ചേർന്ന മന്ത്രിസഭ ഉപസമിതി തന്നെ ഇതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് വേണ്ടി ചില സാമ്പത്തിക താൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഈ UDF ഗവൺമെന്റ് മുന്നോട്ട് പോയാണ്. SFI ജില്ലാ പ്രസിഡന്റ് MM ജിജേഷ്, ജില്ലാ സെക്രട്ടറി MK നികേഷ്, KM നീനു, R അശ്വന്ത് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഫ്ളാറ്റിൽ നിന്നും മലിനജലം പുറത്തേക്കൊഴുകിയത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. അരക്കിണർ റെയിൽവേ ലൈൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റിൽ നിന്നുമാണ് മലിനജല ടാങ്ക് പൊട്ടി മാലിന്യം പുറത്തേക്കൊഴുകിയത്. അരക്കിണർ റെയിൽവേ ലൈൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന തിരൂരുകാരുടെ ഫ്ളാറ്റിൽ നിന്നുമാണ് മലിനജലം പുറത്തേക്കൊഴുകിയത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം നടന്നത്. മലിനജലത്തിന്റെ ടാങ്ക് കവിഞ്ഞൊഴുകിയാണ് മാലിന്യം പുറത്തെത്തിയത്. റോഡുകളിലേക്കും ഓവുചാലുകളിലേക്കും പരിസരത്തുള്ള വീടുകളിലേക്കും മാലിന്യം ഒഴുകിയെത്തുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്തതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഫ്ളാറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയ സമീപവാസികളും ഫ്ളാറ്റ് ജീവനക്കാരും തമ്മിൽ ചെറിയ സംഘർഷവും നടന്നു. തുടർന്ന് ബേപ്പൂർ SI സാലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രശ്നം ശാന്തമാക്കി. തുടർന്ന് മീൻചന്ത ഫയർഫോഴ്സും സ്ഥലത്തെത്തി. താൽക്കാലിക പരിഹാരമായി വെള്ളം പമ്പ് ചെയ്ത് മാലിന്യം നീക്കി. കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ T രജനി, കൌൺസിലർമാരായ സൈഫുന്നീസ, ഹൈദരാലി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാമദാസ്, B മനോജ് എന്നിവരും സ്ഥലത്തെത്തി. വേണ്ട വിധത്തിൽ മാലിന്യം ഒഴുക്കിവിടാൻ സൌകര്യമില്ലാതെ ഫ്ളാറ്റിന് അനുമതി നൽകിയതിനെ സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് SI സാലി പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരെത്തി ഓടകളിലെയും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. ഫ്ളാറ്റിൽ നിന്നും മാലിന്യം പുറത്തേക്കൊഴുകിയ ടാങ്കിന്റെ ഓവും താൽക്കാലികമായി അടച്ചു. സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ തൊഴിലാളികൾ സംഘടിത ശക്തരായി അണിനിരക്കണമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. UDF സർക്കാർ അന്യായമായി തടഞ്ഞുവച്ച കർഷക തൊഴിലാളി പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSKTU നേതൃത്വത്തിൽ നടക്കുന്ന ത്രിദിന സത്യാഗ്രഹം കളക്ടറേറ്റ് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാർ അന്യായമായി തടഞ്ഞുവെച്ച കർഷക തൊഴിലാളി പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSKTU നേതൃത്വത്തിൽ നടക്കുന്ന ത്രിദിന സത്യാഗ്രഹം കളക്ടറേറ്റിന് മുൻപിൽ ആരംഭിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. സേവന മേഖലയിൽ നിന്ന് നിരന്തരം പുറകോട്ടു പോവുകയും തൊഴിലാളികളുടെ പെൻഷൻ നൽകുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്യുന്നതടക്കമുള്ള സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ തൊഴിലാളികൾ സംഘടിത ശക്തരായി അണിനിരക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് വരെ തൊഴിലാളി മേഖലയിൽ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ ഇൻകം ടാക്സ് ചുമത്തുന്ന നടപടിയിൽ നിന്ന് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ ഒരു നടപടിയും സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചതായി കാണുന്നില്ല. എങ്ങനെ ക്ഷേമ പദ്ധതി പരീക്ഷിക്കപ്പെടും?
കർഷക തൊഴിലാളി മേഖലയിൽ ഏകദേശം ഒരു തകർന്ന മട്ടാണ് ക്ഷേമ പദ്ധതി. അതിലൊരു താല്പര്യവും ഗവൺമെന്റിനില്ല. KSKTU ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞിരാമൻ, ജില്ലാ സെക്രട്ടറി E രമേശ് ബാബു, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P മോഹനൻ, RP ഭാസ്കർ, C ബാലൻ, ബാബുരാജ്, AK ദിനേശൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്, ഒത്തൊരുമിക്കാൻ ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മീഞ്ചന്ത പയ്യാനക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM പ്രവർത്തകർ PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KV ആസഫിനെ ഉപരോധിച്ചു. 2 ദിവസത്തിനുള്ളിൽ റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിച്ചു. മീഞ്ചന്ത പയ്യാനക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KV ആസഫിനെ ഉപരോധിച്ചു. CPIM പ്രവർത്തകരുടെയും കൌൺസിലർമാരുടെയും നേതൃത്വത്തിലായിരുന്നു ഉപരോധം. കഴിഞ്ഞ ദിവസം OB റോഡിലെ വൻ ഗർത്തത്തിൽ ബസ് കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചിരുന്നു. തുടർന്ന് ബസ് ജീവനക്കാരും നാട്ടുകാരും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് PWD എഞ്ചിനീയറെ ഉപരോധിച്ചത്. കൌൺസിലർമാരായ CP മുസാഫിർ അഹമ്മദ്, P ദേവരാജൻ, KK സ്വാമിനാഥൻ, CPM പ്രവർത്തകരായ ബിജുലാൽ, മേലടി നാരായണൻ, K നജുമ എന്നിവർ നേതൃത്വം നൽകി. 2 ദിവസത്തിനുള്ളിൽ റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന PWD എഞ്ചിനീയറുടെ ഉറപ്പ് ലഭിച്ചതോടെ ഉപരോധത്തിൽ നിന്നും നേതാക്കൾ പിന്മാറി. കമ്മ്യൂണിറ്റി തിയേറ്റർ കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന യുവശ്രീ പദ്ധതി പ്രകാരമുള്ള മൈക്രോ സംരംഭമായ പാട്ടുപന്തൽ ഒരുങ്ങി. 20ഓളം യുവതി യുവാക്കൾ അംഗങ്ങളായ പാട്ടുപന്തൽ അരങ്ങേറ്റം കുടുംബശ്രീ വാർഷിക സമാപന ചടങ്ങിൽ നടന്നു. കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന യുവശ്രീ പദ്ധതി പ്രകാരം ജില്ലാ മിഷന് കീഴിൽ ആരംഭിക്കുന്ന മൈക്രോ സംരംഭക യൂണിറ്റാണ് പാട്ടുപന്തൽ. പരമ്പരാഗത നാടോടി കലാപ്രകടനങ്ങളിൽ ഏർപ്പെടുന്ന 20ഓളം യുവതി യുവാക്കളെ ഉൾപ്പെടുത്തിയാണ് സംഘം രൂപീകരിച്ചത്. ഭാവിയിൽ നാട്ടറിവ് ഗവേഷണ പരിശീലന അവതരണ കേന്ദ്രമാക്കി ടീമിനെ മാറ്റും. നാടോടി വാദ്യോപകരണങ്ങളുടെ ഉപയോഗം, ചമയം എന്നിവയിലും പരിശീലനം നൽകും. പാരമ്പര്യ നാടോടി കലകളുടെ ആർക്കൈവ്സ്, മ്യൂസിയം, ലൈബ്രറി എന്നിവയും തുടങ്ങും.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഫോക്ലോർ സ്റ്റഡീസിന്റെ അക്കാദമിയുടെ പിന്തുണയും എക്സത് HRD ട്രെയിനിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലുള്ള പരിശീലനം ടീം നേടിയിട്ടുണ്ട്. കുടുംബശ്രീ ജില്ലാ വാർഷികാഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പാട്ടുപന്തലിന്റെ അവതരണം നടന്നു. സഹപാഠികളുടെ കൂട്ടായ്മയിൽ കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ സാദിയയ്ക്കും ഹാസിയയ്ക്കും സുരക്ഷിതമായി ഉറങ്ങാനുള്ള വീട് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ ആദ്യമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ കൂട്ടായ്മയുടെ പുതിയ സന്ദേശം നൽകി നാടിന് മാതൃകയാവുന്നു. NSS വളണ്ടിയർമാർ രൂപം നൽകിയ സഹപാഠിക്കൊരു ഭവനം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിലെ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന സഹോദരങ്ങളായ സാദിയ മറിയത്തിനും ഫാസിയ മറിയത്തിനും വീട് നിർമ്മിച്ചു നൽകുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറിച്ച ചെറിയ കൂരക്കീഴിലായിരുന്നു ഇവരുടെ താമസം. മത്സ്യത്തൊഴിലാളിയായ ഹാഷിമിന്റെയും ഹസീനയുടെയും മക്കളായ 7ാം ക്ലാസ്സുകാരി സാദിയയും 4ാം ക്ലാസ്സുകാരി ഹാസിയയും പഠിക്കാൻ ഏറെ മിടുക്കരാണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നിരവധി സന്നദ്ധ സംഘടനകളുടെ സഹായത്താലും സ്വരൂപിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വാർഡ് കൌൺസിലർ VP ഇബ്രാഹിംകുട്ടി ചെയർമാനും NSS പ്രോഗ്രാം ഓഫീസർ AK അഷ്റഫ് കൺവീനറുമായ നിർമ്മാണ കമ്മിറ്റി വീട് പണിതു നൽകുന്നത്. കഴിഞ്ഞ മെയ് മാസം ആരംഭിച്ച വീടുപണി ഇപ്പോൾ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് വരെ എത്തിയിട്ടുണ്ട്. 2 കിടപ്പുമുറിയും 1 അടുക്കളയും വരാന്തയും ഹാളും ഉൾക്കൊള്ളുന്ന വീടിന്റെ നിർമ്മാണ പ്രവൃത്തി സെപ്റ്റംബറിൽ പൂർത്തിയാക്കി താക്കോൽദാനം നടത്തുമെന്ന് നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 20ഓളം അപേക്ഷകളിൽ നിന്ന് മുൻഗണന പ്രകാരമാണ് സാദിയ ഹാസിയ സഹോദരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ നിർമ്മാണ കമ്മിറ്റിയും NSS യൂണിറ്റും തീരുമാനമെടുത്തത്. വരും വർഷങ്ങളിലും സഹപാഠിക്കൊരു വീട് പദ്ധതി തുടരുമെന്ന് NSS പ്രോഗ്രാം ഓഫീസർ AK അഷ്റഫ് പറഞ്ഞു. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ ആദ്യമായാണ് ഈ രീതിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. വീടിന്റെ കോൺക്രീറ്റ് പ്രവർത്തനത്തിന് NSS വളണ്ടിയർമാർ VP ഇബ്രാഹിംകുട്ടി, AK അഷ്റഫ്, NSS സെക്രട്ടറി ചൈത്ര വിജയൻ, PTA പ്രസിഡന്റ് അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി, അയ്യങ്കാളി, അംബേദ്കർ അരുന്ധതി കുറ്റവാളിയോ എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ബഹുജന സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺഹാളിൽ നടന്ന പരിപാടിയിൽ BSA ചെയർമാൻ രമേശ് നന്മണ്ട സംസാരിച്ചു. ഗാന്ധി, അയ്യൻകാളി, അംബേദ്കർ അരുന്ധതി കുറ്റവാളിയോ എന്ന വിഷയത്തിൽ ടൗൺഹാളിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വീക്ഷണമെന്ത്, ജാതി വ്യവസ്ഥയോടുള്ള ഗാന്ധിജിയുടെ നിലപാടെന്ത്, ഡോക്ടർ അംബേദ്കർക്ക് എക്കാലവും ഗാന്ധിയുടെ എതിരാളിയായി തുടരേണ്ടി വന്നത് എന്തുകൊണ്ട്, അരുന്ധതിയുടെ പ്രസംഗത്തിലെ സത്യവും മിഥ്യയും എന്താണ് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു സെമിനാറിൽ പ്രതിപാദിച്ചത്. BSA ചെയർമാൻ രമേശ് നന്മണ്ട സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് കേണൽ വിശ്വനാഥൻ, ഡോക്ടർ M ഗംഗാധരൻ, പ്രൊഫസർ P കോയ, PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ മറ്റു വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നതുമായ ഒരു വാണിജ്യ വസ്തുവായിരുന്നു പട്ടികജാതിയിലെ വിശിഷ്യ പുലയർ, കുറവർ, പറയർ. ഇത് ചരിത്ര വസ്തുതയാണ്. അങ്ങനെയുള്ള ഒരു വസ്തുതയാണ് സനാതനധർമ്മം എന്ന് ആദരണീയനായ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അദ്ദേഹം അതിനാണ് വേരൂന്നിയത്. ആ സനാതനധർമ്മത്തിന്റെ തെറ്റുകുറ്റങ്ങളെ, അതിന്റെ അപാകതകളെ, മനുഷ്യത്വരഹിതമായ സിദ്ധാന്തങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിൽ പ്രവർത്തിച്ചത്. കാർഷിക മേഖലയോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ് കോഴിക്കോട് നടന്ന സംസ്ഥാന കാർഷിക ദിനാഘോഷത്തിലെ ജനപങ്കാളിത്തമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. പരിപാടിയുടെ സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷിമന്ത്രി KP മോഹനൻ സമ്മാനദാനം നിർവഹിച്ചു. 4 ദിവസമായി കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ നടന്നുവന്ന സംസ്ഥാന കാർഷിക ദിനാഘോഷ പരിപാടികൾക്ക് സമാപനം. സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം വർദ്ധിച്ചു എന്നതിന് തെളിവാണ് കഴിഞ്ഞ 4 ദിവസം ജനപങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയമായതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ആദ്യ ദിവസം മുതൽ ഇന്ന് സമാപനം വരെ ജനപങ്കാളിത്തം കൊണ്ട് ഈ കർഷക ദിനം ഗംഭീര വിജയമായി എന്ന് എല്ലാവരും ഉറക്കെ സമ്മതിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൃഷിമന്ത്രി KP മോഹനൻ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ഹരിതസേനയ്ക്കുള്ള സമ്മാന വിതരണമാണ്. ശ്രദ്ധിക്കുക, മത്സര വിജയികളെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. സദസ്സിന്റെ A. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. K. ദാസൻ MLA, കൌൺസിലർ ശ്രീകുമാർ, കൃഷി വകുപ്പ് ഡയറക്ടർ R. അജിത് കുമാർ, അഡ്വക്കേറ്റ് M. രാജൻ എന്നിവർ സംസാരിച്ചു. മൃഗസംരക്ഷണ സെമിനാർ EK വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു.
പാലക്കാട്ടെ കന്യാർകളി അവതരണം, ഗുലാബ് ജാന്റെ ഗസൽ, മാജിക് ഷോ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം SSLC, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പയ്യാനക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA നേതൃത്വത്തിൽ അനുമോദിച്ചു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം സമർപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പയ്യാനക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. PTA പ്രസിഡന്റ് TT അസീസ് അധ്യക്ഷനായ ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അവാർഡ് ദാനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ K പ്രേമദാസൻ, കൌൺസിലർമാരായ PV അവറാൻ, CP മുസാഫിർ അഹമ്മദ്, MK സ്വാമിനാഥൻ, MPTA ചെയർപേഴ്സൺ M രേണുക, PTA വൈസ് പ്രസിഡന്റ് M ജംഷീദ്, P കുമാരൻ, വിനീത ടീച്ചർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഗിരിജ, സ്റ്റാഫ് സെക്രട്ടറി രവി പാണക്കുനി എന്നിവർ സംസാരിച്ചു. നാദാപുരം ഉമ്മത്തൂർ SI സ്കൂൾ അധ്യാപകൻ സത്യൻ നീലിമ തയ്യാറാക്കിയ 40 ഗാന്ധി ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ് 1 ലക്ഷത്തോളം രൂപ ചിത്രകാരന് കൈമാറി ചിത്രങ്ങൾ സ്വന്തമാക്കി കൈമാറിയത്. MK രാഘവൻ MPയിൽ നിന്നും ജില്ലാ കളക്ടർ CA ലത ചിത്രങ്ങൾ സ്വീകരിച്ചു. എണ്ണച്ചായത്തിൽ സ്കൂൾ അധ്യാപകൻ വരച്ച ഗാന്ധി ചിത്രങ്ങൾ ഇനി സർക്കാർ ഓഫീസുകളുടെ അഴകാവും. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് 40 ഗാന്ധി ചിത്രങ്ങൾ സർക്കാർ ഓഫീസുകളിൽ തൂക്കാൻ നൽകുക. നാദാപുരം ഉമ്മത്തൂർ SI സ്കൂൾ അധ്യാപകൻ സത്യൻ നീലിമ ഗാന്ധിജിയോടുള്ള സ്നേഹപ്രകടനമായാണ് സ്വന്തം ചെലവിൽ ചിത്രങ്ങൾ തയ്യാറാക്കിയത്. ഒരു ചിത്രത്തിന് 2000 രൂപയാണ് ചെലവായത്. 40 ചിത്രങ്ങൾക്ക് ചെലവായ 1 ലക്ഷം രൂപ ചിത്രകാരന് കൈമാറിയാണ് ബാങ്ക് ഇത് സ്വന്തമാക്കിയത്. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ MK രാഘവൻ MP ജില്ലാ കളക്ടർ CA ലതയ്ക്ക് ചിത്രങ്ങൾ കൈമാറി. മിക്ക സ്കൂളുകളിലും ഓഫീസുകളിലും ഗാന്ധിയുടെ പടം കാണാനില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായി. അതേമാതിരി ഈ തലമുറ ഗാന്ധിയെ മറക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. തീർച്ചയായും പുതിയ തലമുറയെ സംബന്ധിച്ച് അവർക്ക് ഇന്നത്തെ നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ആ ഒരു ജനറേഷന് മുമ്പിൽ ഗാന്ധിജി ആരാണെന്ന്, ഗാന്ധി എന്താണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കാണ്. ഓഫീസുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് ചിത്രങ്ങൾ അർഹരായ ഓഫീസുകൾക്ക് കൈമാറുമെന്ന് കലക്ടർ പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് NK അബ്ദുറഹ്മാൻ അധ്യക്ഷം വഹിച്ചു. MP അസൈൻ, PP നാസർ, കണ്ടൻ പട്ടർചോല, ജോസ് കുട്ടി അരീക്കാട്, വിശ്വനാഥൻ മൂലത്ത്, സത്യൻ നീലിമ, M ധനീഷ് എന്നിവർ സംസാരിച്ചു. 175ാം ലോക ഫോട്ടോഗ്രാഫി ദിന പരിപാടികൾ AKPA സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടന്നു. കൃഷിമന്ത്രി KP മോഹനൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് സെമിനാർ, പഴയകാല ഫോട്ടോഗ്രാഫി അനുബന്ധ ഉപകരണങ്ങളുടെ പ്രദർശനം, സാംസ്കാരിക ഘോഷയാത്ര എന്നിവയും നടന്നു. താൻ ഫോട്ടോഗ്രാഫറായ കഥ പറഞ്ഞ് മന്ത്രി KP മോഹനൻ ടൗൺ ഹാളിൽ ലോക ഫോട്ടോഗ്രാഫി ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഗൾഫിൽ ജോലിയില്ലാതെ നട്ടം തിരിയുമ്പോഴാണ് സുഹൃത്ത് വഴി ഫോട്ടോഗ്രാഫറായി തൊഴിൽ ലഭിച്ചത്. 2 രാത്രി പരിശീലനം, ആദ്യ ഫോട്ടോ നന്നായി, പിന്നെ സ്റ്റുഡിയോവിലെ സ്ഥിരം ഫോട്ടോഗ്രാഫർ, ഒടുവിൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് ഖത്തർ നഗരത്തിന്റെ ചിത്രം വരെ ക്യാമറയിൽ പകർത്തിയ അനുഭവം അദ്ദേഹം വിശദീകരിച്ചു. നഗരത്തിന്റെ ഫോട്ടോ കണ്ട ഷൈക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് സമ്മാനവും നൽകി. അന്ന് ഫോട്ടോഗ്രാഫറാണ് ചിത്രമെടുക്കുന്നത്. പഴയ ക്യാമറയിൽ ഫോട്ടോഗ്രാഫറുടെ വലത് കൈക്ക് പിഴവ് സംഭവിച്ചാൽ ഫോട്ടോയ്ക്കും മങ്ങലേൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ക്യാമറയാണ് ഫോട്ടോ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
പരിപാടിയിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ മാറാഞ്ചേരി അധ്യക്ഷം വഹിച്ചു. MK രാഘവൻ MP മുതിർന്ന ഫോട്ടോഗ്രാഫർമാരെ ആദരിച്ചു. പുരുഷൻ കടലുണ്ടി MLA, വൈസ് പ്രസിഡന്റ് PS ദേവദാസ്, PK സന്തോഷ്, ഹരി തിരുമല, ജ്യോതിഷ് കുമാർ, MR പണിക്കർ, KP ഷാജി, വിജയപ്രകാശൻ പിള്ള, P രമേശ്, സംസ്ഥാന സെക്രട്ടറി PV ബാലൻ, ജില്ലാ സെക്രട്ടറി VK സന്തോഷ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ 16-ാം കോഴിക്കോട് ജില്ലാ വാർഷികം സമാപിച്ചു. മന്ത്രി MK മുനീർ ടാഗോർ ഹാളിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടുത്ത വാർഷികത്തിന് മുൻപായി കുടുംബശ്രീയെ അന്തർദേശീയ തലത്തിലെത്തിക്കാനാവശ്യമായ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അടുത്ത 3 മാസത്തിനകം കുടുംബശ്രീ അംഗങ്ങൾക്ക് പെൻഷൻ നൽകുന്ന നടപടികൾ പൂർത്തിയാക്കുമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. കുടുംബശ്രീ ട്രാവൽസിന്റെ 3ാം ഘട്ടം കോഴിക്കോട് ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ 16-ാം വാർഷിക സമാപന സമ്മേളനം ടാഗോർ സെന്റിനറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി അടുത്തത് നിങ്ങളുടെ പെൻഷനാണ്. പെൻഷൻ വരുന്ന 3 മാസം കൊണ്ട് പെൻഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാകും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അടുത്ത വാർഷികത്തിന് മുൻപായി കുടുംബശ്രീയെ അന്തർദേശീയ തലത്തിൽ എത്തിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. മികച്ച ലിങ്കേജ് ലോൺ നൽകിയ ബാങ്കുകൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉപഹാരം നൽകി. 68 അംഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് തുകയായ സൂപ്പി നരിക്കാട്ടേരി, SP കുഞ്ഞമ്മദ്, K ഹരിഹരൻ, KK മുഹമ്മദ് ഫൈസൽ, PK അസീസ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന യുവശ്രീ പദ്ധതി പ്രകാരം ആരംഭിച്ച മൈക്രോ സംരംഭമായ പാട്ടുപന്തൽ രംഗാവിഷ്കാരത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോട്ടെ വ്യവസായ പ്രമുഖനും സൂര്യകാന്തി കല്യാണ മണ്ഡപത്തിന്റെ ഉടമയുമായ പുത്തൻ വീട്ടിൽ ബാലകൃഷ്ണൻ നായർ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം. ചാലപ്പുറം പുത്തൻ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എത്തി. പുത്തലത്ത് ശാരദയാണ് ഭാര്യ. ശാന്തി, ഡോക്ടർ ശ്രീകാന്ത്, ശുഭ എന്നിവർ മക്കളാണ്. ആനന്ദ് വിജയൻ, രാജീവ് ഗോവിന്ദ്, ഡോക്ടർ രശ്മി എന്നിവർ മരുമക്കളാണ്. സംസ്കാരം മാങ്കാവ് ശ്മശാനത്തിൽ നടന്നു. കോഴിക്കോട് പാലാഴി സ്വദേശി CP ആരിഫ് അന്താരാഷ്ട്ര വൂഷു ജഡ്ജസ് സെമിനാറിലേക്ക് 2ാം തവണയും യോഗ്യത നേടിയതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും 3 പേർക്ക് മാത്രമാണ് സെലക്ഷൻ ലഭിച്ചത്. ഓഗസ്റ്റ് 24 മുതൽ 31 വരെ ചൈനയിൽ നടക്കുന്ന ഹയർ ഗ്രേഡ് സെമിനാറിൽ CP ആരിഫ് സംബന്ധിക്കും. നിലവിൽ ദക്ഷിണേന്ത്യയിലെ വുഷു അന്താരാഷ്ട്ര ജഡ്ജും വുഷു അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ കമ്മിറ്റി അംഗവുമാണ് CP ആരിഫ്. കേരള ഗാന്ധി കേളപ്പജിയുടെ 125ാം ജന്മവാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 23 മുതൽ തുടക്കമാകും. കേളപ്പജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒതയോത്ത് വീട്ടിൽ നടക്കുന്ന സാംസ്കാരിക സംഗമത്തോടെ പരിപാടികൾ ആരംഭിക്കും. തായാട്ട് ബാലൻ, CK നാണു MLA, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവർ സംബന്ധിക്കും. 1 വർഷം നീളുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കേളപ്പജി സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. 2012, 13, 14 വർഷങ്ങളിൽ VHSC പൊതുപരീക്ഷ ജയിച്ച വിദ്യാർത്ഥികൾക്കായി വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തും. വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലേക്ക് അപ്രന്റീസ് ട്രെയിനി ആവാനുള്ള ഇന്റർവ്യൂ ആണ് ഓഗസ്റ്റ് 23 രാവിലെ 9 മുതൽ വൈകുന്നേരം വരെ നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. VHSC സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും 3 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാപാരികളെ അക്രമത്തിലേക്ക് നയിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ. വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. ഫ്ളാറ്റ് മാലിന്യം റോഡിൽ, പരിസരവാസികൾ ദുരിതത്തിൽ. സപ്ലൈകോ ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. സപ്ലൈകോ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.